നട്ടപ്പാതിരാക്കി പറമ്പിൽ കയറി നോക്കിയപ്പോൾ ഇതാണ് കേട്ടോ കണ്ട കാഴ്ച. സംഭവം എന്താണ് ഞാൻ പറഞ്ഞത് കേട്ടോ. കേക്ക് സ്റ്റുഡിയോയിൽ നിന്ന് നല്ല അടിപൊളി കേക്കൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകണം. ഇന്ന് എൻ്റെ അനിയൻ്റെ പിറന്നാളാണ് കേട്ടോ. വലിയ അനിയൻ്റെ പിറന്നാൾ ആരോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ വരുന്നത്. അങ്ങനെ ഞങ്ങൾ വീടിൻ്റെ മുന്നിലെത്തിയിട്ടുണ്ട്, പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോഴതാണ് കേട്ടോ ഇത് കണ്ടത്. വേറെ ആരുമല്ല, അതിൻ്റെ അളിയനും ഋഷിയാണ് ഗൈസ്. ഞങ്ങൾ നിങ്ങളെ പറ്റിച്ചതാണ് കേട്ടോ. അങ്ങനത്തെ വീട്ടിലേക്ക് ആരും അറിയാതെ സൗണ്ടൊന്നും ഉണ്ടാക്കണം മെല്ലെ കയറി വന്ന് ചെറിയ അനിയന് കാര്യം അറിയാമായിരുന്നു. ഓന് വലിയ അനിയനെ കൂട്ടി കൊണ്ടുവന്ന് എനിക്ക് അടിപൊളി സർപ്രൈസ് കൊടുത്തു. അവനാകെ ഷോക്കായി പോയി ഗൈസ്. പെട്ടെന്നുള്ള ഞങ്ങളെല്ലാവരും കൂടി കാണില്ലേ. അങ്ങനെ കേക്കൊക്കെ മുറിച്ച് അടിപൊളിയായിട്ട് അവന് ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം ഞങ്ങൾ വരുന്നു ഞങ്ങൾ അവനോട് പറഞ്ഞിട്ട് പോലും ഇല്ലായിരുന്നു ഗൈസ്. അങ്ങനെ കേക്കൊക്കെ കൊടുത്ത് ഞങ്ങൾ വന്ന പാടെ തന്നെ അകത്തേക്ക് പോലും കയറിയിട്ടില്ല, പുറത്ത് നടാ കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ചിട്ടോ. പിന്നെ അവിടെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത 2 പേരുണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ അമ്മായി അച്ഛമ്മ. അവർ ഞങ്ങളെ കണ്ടപ്പോൾ പെട്ടെന്ന് ഷോക്കായി പോയി. കാരണം അവർ ഉറക്കത്തുനിന്ന് എണീറ്റ് വന്ന് നോക്കിയപ്പോൾ ഞങ്ങളെ പെട്ടെന്ന് മുന്നേ കാണല്ലേ. അന്നേരം എന്തായാലും ഷോക്കായി പോകും. ഇതായിരുന്നു കേട്ടോ ചേച്ചി ആളിനും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്ന ഷർട്ട്. എനിക്കിങ്ങനെ ഓഫ് വൈറ്റ് ഡ്രസ്സൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഒന്ന് കിട്ടി. പിന്നെ ഋഷിൻ്റെ കടയിൽ നിന്നൊരു ഗിഫ്റ്റ് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതെന്താ വെച്ചാൽ ഒരു ടീഷർട്ടാണ്, ഒരു റെഡ് കളറാണ് തോന്നുന്നത് അതിന്. അപ്പോൾ അങ്ങനത്തെ ഒരു ടീഷർട്ട് വാങ്ങിച്ച് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവന് ഭയങ്കര ഇഷ്ടമാണ്, എല്ലാം അക്സെപ്റ്റ് ചെയ്യുന്ന ആളാണ്, കുറ്റമൊന്നും പറയില്ല ഗൈസ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം സംസാരിച്ചുകൊണ്ടിരുന്ന് കുറച്ച് ട്രിപ്പൊക്കെ പ്ലാൻ ചെയ്യാണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ പ്ലാൻ ചെയ്ത് പക്ഷേ നടക്കില്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്യും ഗൈസ്. അങ്ങനെ അത് ഇങ്ങനെ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നിടയിൽ ഒരു വിമാനം കൂടി വന്നിട്ടോ. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് വന്നു.